കോഴിക്കോടുള്ള മുക്കത്തെ മണാശ്ശേരിയിലാണ് ബിർജുവും അമ്മ ജയവല്ലിയും താമസിച്ചിരുന്നത്. ബിർജുവിന് 53 വയസ്സുണ്ട്, ജയവല്ലിക്കാണെങ്കിൽ 70 വയസ്സും. ബിർജുവിൻ്റെ അച്ഛൻ വാസു ഒരുപാട് സ്വത്തുക്കളൊക്കെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. ആ നാട്ടിലെ ഒരു കൊച്ചു പ്രമാണിയായിരുന്നു അയാളെന്ന് തന്നെ പറയാം. മാത്രമല്ല, ഈ ബിർജുവിനെ ചെറുപ്പത്തിൽ വളരെ ലാളിച്ചാണ് ഈ അച്ഛനും അമ്മയും വളർത്തിയിരുന്നത്. കാരണം വാസുവിനും ജയവല്ലിക്കും ഏക മകനായിരുന്നു ഇയാൾ. അങ്ങനെ പോകവേ ബിർജുവിൻ്റെ കല്യാണം വാസു തീരുമാനിച്ചു. വളരെ ആർഭാടമായിട്ട് തന്നെ അത് നടക്കുകയും ചെയ്തു. പിന്നീട് അതിൽ 2 മക്കളും ബിർജുവിനുണ്ടായി. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അപ്രതീക്ഷിതമായിട്ട് വാസു മരണപ്പെടുകയാണ്. വാസുവിൻ്റെ ഈ അപ്രതീക്ഷിത മരണം ബിർജുവിനെയും ജയവല്ലിയെയും വല്ലാതെ ഉലച്ചു എന്ന് തന്നെ പറയാം. ആ വീട്ടിലിപ്പോൾ അമ്മയും മകനും കുടുംബവും മാത്രമാണ് ഉള്ളത്. ഈ ഒരു ജീവിതം ഇങ്ങനെ പോകവെയാണ് ജയവല്ലി പല അസുഖങ്ങളാൽ കിടപ്പിലാവുന്നത്. പരസഹായമില്ലാതെ ഒന്നിനും പറ്റാത്തൊരവസ്ഥയിലാണിപ്പോൾ ജയവല്ലി. ബിർജു ആകെ വിഷമത്തിലായി. അമ്മയുടെ ഈ അവസ്ഥ കണ്ടിട്ട് അവന് സഹിക്കാൻ പറ്റുന്നില്ല. അമ്മയുടെ എല്ലാ കാര്യങ്ങളും ഭാര്യ നോക്കുമെങ്കിലും ബിർജുവിൻ്റെ ഒരു ശ്രദ്ധയും എപ്പോഴും അതിലുണ്ടാവും. അങ്ങനെ ഒരു ദിവസം അമ്മയെ കുളിപ്പിക്കാനുള്ള വെള്ളം ചൂടാക്കി കൊണ്ടുവരികയാണ് ബിർജു. അകത്ത മുറിയിലോട്ട് വന്നപ്പോഴാണ് അവിടുന്ന് ഒരു വല്ലാത്ത ശബ്ദം അയാൾ കേൾക്കുന്നത്. ചെന്ന് നോക്കിയ ബിർജു അവിടെ കണ്ട കാഴ്ചയിൽ ഒരൊറ്റ ഓട്ടമാണ് തിരിച്ച്. അയാൾ അവിടെ എന്താണ് കണ്ടത്, അവിടെ എന്താണ് പിന്നീട് സംഭവിച്ചത്, നമുക്ക് ആ സംഭവത്തിലേക്കൊന്ന് പോകാം. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. ബിർജുവിൻ്റെ അച്ഛൻ വാസു ഇഷ്ടം പോലെ സ്വത്തുക്കളൊക്കെ ഉള്ള ഒരു പ്രമാണിയായിരുന്നു. അയാൾക്ക് ജീവിതത്തിൽ ഏറ്റവും കമ്പമുള്ള ഒന്നാണ് വേട്ടയ്ക്ക് പോക്കും. ബിർജു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ വാസു വേട്ടയ്ക്ക് പോകുമ്പോൾ മകനെയും ഒപ്പം കൂട്ടിക്കൊണ്ടു പോകുമായിരുന്നു. വേട്ടയാടുന്നതും എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളും എല്ലാം, അത്യാവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും മകനെയും അയാൾ പഠിപ്പിച്ചു. വാസു നല്ലൊരു മദ്യപാനിയുമാണ്. പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരുപാട് സ്വത്തുക്കളാണ് ഈ വാസുവിൻ്റെ കയ്യിലുള്ളത്. മദ്യപിച്ച് കൂത്താടിയും അറിയാൻ പാടില്ലാത്ത ഒരുപാട് കച്ചവടങ്ങളൊക്കെ ചെയ്ത് വാസു പകുതിയോളം സ്വത്തുക്കളും മുടിച്ചു. ഒടുവിൽ അയാൾ ഏതോ നേരത്തെ ഒരു അല്പബുദ്ധിക്ക് സ്വയം ജീവനൊടുക്കുകയും ചെയ്തു. ബാക്കിയുള്ള സ്വത്തുക്കളാണ് ഇപ്പോൾ ജയവല്ലിയുടെ കയ്യിൽ എത്തിയിട്ടുള്ളത്. ആ സ്വത്തുക്കൾ ആ സ്ത്രീ പൊന്നുപോലെയാണ് കാത്തു സൂക്ഷിക്കുന്നത്. പക്ഷേ ബിർജു അച്ഛൻ്റെ മറ്റൊരു ഫോട്ടോ കോപ്പിയായിരുന്നു. അയാളും കുടുംബവും ഈ ജയവല്ലിക്കൊപ്പമാണ് താമസം. സ്വത്തിൻ്റെ വീതം ചോദിച്ച് അയാൾ ജയവല്ലിയുമായിട്ട് നിരന്തരം വഴക്കുണ്ടാക്കുന്ന പതിവായിരുന്നു. മകൻ്റെ കയ്യിൽ എന്തേലും കൊടുത്താൽ അത് പാഴായി പോകുമെന്നറിയാവുന്ന ജയവല്ലി ഒന്നും അവന് കൊടുക്കാൻ തയ്യാറായില്ല. പക്ഷെ ബിർജു വിട്ടില്ല. വീതം ചോദിച്ച് അവൻ ആ സ്ത്രീയുടെ സ്വസ്ഥത മുഴുവൻ കളഞ്ഞുകൊണ്ടേയിരുന്നു. ഒടുവിൽ കൊടുക്കാനുള്ളത് കൊടുത്തു വിട്ടാൽ അവൻ്റെ ശല്യം തീരുമല്ലോ എന്ന് കരുതി ജയവല്ലി ബിർജുവിന് സ്വത്തിൻ്റെ നല്ലൊരു പങ്ക് വീതം കൊടുക്കുകയാണ്. ബിർജു അതും വാങ്ങി ആ വീടല്ല ആ നാടും വിട്ടുപോയി. എന്നാൽ കുറേ മാസങ്ങൾക്ക് ശേഷം ബിർജു തിരിച്ച് അമ്മയുടെ അടുത്ത് തന്നെ എത്തി. അവൻ്റെ ആ വരവ് കണ്ട് അമ്മ ഞെട്ടിപ്പോയി. എന്തെന്നാൽ കൊടുത്ത എല്ലാം വിറ്റ് മുടിച്ചിട്ടാണ് ബിർജുവിൻ്റെ ഈ വരവ്. കയ്യിൽ ഇനി ഒന്നുമില്ല. ശിഷ്ടകാലം അമ്മയെ നോക്കി അമ്മയുടെ അടുത്ത് ജീവിക്കാനാണ് വന്നതെന്നും പറഞ്ഞാണ് അവൻ എത്തിയിരിക്കുന്നത്. മകനായതുകൊണ്ട് ജയവല്ലിക്ക് ഇറക്കി വിടാനും പറ്റിയില്ല. എന്തോ ആകട്ടെ എന്ന് കരുതി അവനെയും കുടുംബത്തിനെയും ഒപ്പം വീണ്ടും താമസിപ്പിച്ചു. പക്ഷെ ബിർജു മാനസാന്തരം വന്ന് അമ്മയ്ക്കൊപ്പം നിൽക്കാൻ വന്നതൊന്നുമല്ല. മറിച്ച് എല്ലാം വിറ്റ് തിന്ന് അവൻ്റെ കണ്ണിപ്പോൾ ജയവല്ലിയുടെ കയ്യിലുള്ള മിച്ചം സ്വത്തുക്കളിലാണ്. അതായത് അവർ താമസിക്കുന്ന 10 സെൻറ്റ് പുരയിടവും വീടും പിന്നെ അവരുടെ അക്കൗണ്ടിലെ കുറച്ച് കാശും ശരീരത്തുള്ള കുറച്ച് സ്വർണങ്ങളും ഒക്കെയാണ് അവന് വേണ്ടത്. ദിവസങ്ങൾ പോയതും അവൻ പതിയെ അവൻ്റെ ആവശ്യങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് വെച്ചു. ജയവല്ലി ചില്ലി പൈസയോ വകയോ തരില്ല എന്ന് തീർത്ത് തന്നെ പറഞ്ഞു. ബിർജു മദ്യപിച്ചു കൊണ്ടുവന്ന് ഈ അമ്മയുമായിട്ട് പഴയതുപോലെ വീണ്ടും വഴക്കിടാൻ തുടങ്ങി. അവൻ്റെ വിചാരം സ്ഥിരമായിട്ട് ബഹളം ഉണ്ടാക്കിയാൽ അവരുടെ സ്വസ്ഥത ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരുന്നാൽ അവർ പഴയതുപോലെ എല്ലാം എഴുതി കൊടുക്കുമെന്നാണ്. പക്ഷേ ആകെ ഉള്ളതും കൂടി എഴുതി കൊടുത്താൽ പിന്നീട് തൻ്റെ അവസ്ഥ എന്താകുമെന്ന് ജയവല്ലിക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ ആ ബഹളം അത്ര മൈൻഡ് ചെയ്തില്ല. വാസു ഉള്ള കാലത്ത് തന്നെ ഈ ബന്ധുക്കളെയൊന്നും ആ മനുഷ്യൻ ഈ വീട്ടിലോട്ട് അടുപ്പിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ തിരിഞ്ഞു നോക്കാൻ ഇവർക്ക് ബന്ധുക്കളെന്നും പറഞ്ഞ് ആരുമില്ല, ആരും അങ്ങോട്ട് വരില്ല. നാട്ടുകാരാണെങ്കിലും ഈ ബിർജുവിൻ്റെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് എന്ത് ബഹളം കേട്ടാലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കുകയോ ഇടപെടുകയോ ഒന്നും ചെയ്യില്ല. ബിർജു ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും ഇപ്പോൾ നടക്കുന്നില്ല. ആകെ നിരാശയിലും ദേഷ്യത്തിലുമൊക്കെ അയാൾ ഇങ്ങനെ ഇരിക്കുകയാണ്.
ഇതിലിനി എന്ത് ചെയ്യണം എന്ന ഒരു ആലോചനയിൽ ബിർജുവിന് ഒരു കിടില ഉത്തരം കിട്ടി. അമ്മ ഇല്ലാതായാൽ എല്ലാം ഏക മകനായ തൻ്റെ കയ്യിൽ തന്നെ വന്നു ചേരും. പക്ഷേ ഒരു തെളിവുമില്ലാതെ പോലീസ് തന്നെ പിടിക്കാതെ അതെങ്ങനെ ചെയ്യും? ഒറ്റയ്ക്ക് എന്തായാലും നടക്കില്ല, ഒരാളുടെ സഹായം വേണം. ആരെ കൂട്ടുപിടിക്കും? ഇങ്ങനെ തലപുകഞ്ഞ് ആലോചിക്കുന്നതിനൊടുവിൽ അവൻ്റെ മനസ്സിൽ ഒരു ഭംഗിയുള്ള മുഖം തെളിഞ്ഞു വന്നു. കൂട്ടുകാരൻ ഇസ്മായേൽ. ഇസ്മായേലിന് മാത്രമേ ഇതിന് തന്നെ സഹായിക്കാൻ പറ്റൂ എന്ന് ക്ലിയറായിട്ട് മനസ്സിലാക്കിയ ബിർജു ഇസ്മായേലിന് മുന്നിലെത്തുകയാണ്. അവനാണെങ്കിൽ എന്ത് ചെയ്യാനും മടിയില്ലാത്ത ഒരുത്തനാണ്. തൻ്റെ പ്രശ്നങ്ങളെല്ലാം ഇസ്മായേലിനോട് ബിർജു തുറന്നു പറഞ്ഞു. ബിർജു പറഞ്ഞു, തള്ള അമ്പിലും വില്ലിലും അടുക്കുന്നില്ല. അവരെ തട്ടിയാലേ കാര്യങ്ങൾ നടക്കൂ. അതിന് നീ എന്നെ സഹായിക്കണം. നിനക്ക് ഞാൻ കൊട്ടേഷൻ തരികയാണ്. അവരെ തട്ടിയാൽ കിട്ടുന്നതിൻ്റെ പാതി നിനക്ക് ഞാൻ തരാം. ഇസ്മായേൽ കേട്ടപാട് ഡബിളൊക്കെ പറഞ്ഞു. ഇസ്മായിൽ ആണെങ്കിൽ പിടിച്ചുപറിയും കൂലിത്തല്ലും മോഷണവും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു അലമ്പനാണ്. മനുഷ്യത്വം എന്ന് പറയുന്നത് തീരെ ഇല്ലാത്ത ഒരുത്തൻ. പല കേസുകളിലും പോലീസിൻ്റെ നോട്ടപ്പുള്ളിയാണിവൻ. പിന്നെ ഈ പദ്ധതി നടപ്പിലാക്കാനുള്ള തത്രപ്പാടിലാണ് ഇരുവരും. ജയവല്ലി ആണെങ്കിൽ ഈ പ്രായത്തിലും നല്ല ആക്റ്റീവാണ്. എന്തേലുമൊക്കെ പണിയെടുത്തുകൊണ്ട് രാവിലെ മുതൽ ഇവരിങ്ങനെ നടക്കും. പകലൊന്നും ഇവർ ഉറങ്ങുക പോലുമില്ല. പല വഴികൾ ആസൂത്രണം ചെയ്തെങ്കിലും ഒന്നും അങ്ങോട്ട് വർക്കാവുന്നില്ല. ഒടുവിൽ ഇസ്മായേൽ പറഞ്ഞു, നീ ആ തള്ള ഉറങ്ങുന്ന സമയം കൃത്യമായിട്ട് നോക്കിയിട്ട് പറ, അതേ ഇനി നടക്കൂ. അങ്ങനെ ഇവർ രണ്ടുപേരും ആ പാവം അമ്മയെ കൊല്ലാനുള്ള പ്ലാനുകൾ മെനയുന്നത് ഈ വീടിൻ്റെ മുറ്റത്തിരുന്നു കൊണ്ടാണ്. അവർ നോക്കുമ്പോൾ മകൻ്റെ കൂട്ടുകാരൻ ഇടയ്ക്കിടയ്ക്ക് വരും, മദ്യപിക്കും, എന്തൊക്കെയോ സംസാരിക്കും, തിരിച്ചു പോകും. പക്ഷേ അവർക്കറിയില്ല തൻ്റെ ജീവൻ എടുക്കാനുള്ള പദ്ധതികളാണ് മകനും കൂട്ടുകാരനും ആലോചിച്ച് കൂട്ടുന്നതെന്നും. അങ്ങനെ 2017 ജൂണായി. രാത്രി ഒരു 8-9 മണിയായി. ആ ദിവസം ബിർജു ഭാര്യയും മക്കളെയും അവളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ജയവല്ലി ഭക്ഷണമൊക്കെ കഴിച്ച് മകനുള്ള ഭക്ഷണമൊക്കെ കൊടുത്ത ശേഷം എല്ലാം ഒതുക്കിയിട്ട് അവർ ഉറങ്ങാൻ കിടന്നു. ആ സമയം ഇസ്മായേൽ ആ വീടിന് മുന്നിലുണ്ട്. അതൊന്നും ഈ ജയവല്ലി അറിയുന്നില്ല. അമ്മ ഉറങ്ങിയെന്ന് ഉറപ്പായതും ബിർജു മുറ്റത്ത് നിന്ന ഇസ്മായേലിനെ അകത്തേക്ക് കയറ്റി. കയ്യിൽ കരുതിയിരുന്ന കയറുകൊണ്ട് ഇസ്മായേൽ ആ സ്ത്രീയുടെ കഴുത്തിൽ കുരുക്കിടുകയാണ്. ബിർജുവും ഇസ്മായേലും കൂടിയിട്ട് ആ പാവം സ്ത്രീയുടെ കഴുത്ത് മുറുക്കി വലിച്ച് അവരെ കൊലപ്പെടുത്തി. എന്നിട്ട് അമ്മ സ്വയം ജീവൻ ഒടുക്കിയതാണെന്ന് കാണിക്കാൻ കെട്ടിത്തൂക്കുകയാണവൻ. കെട്ടിത്തൂക്കുമ്പോൾ ഇസ്മായേൽ ഗ്ലൗസ് ധരിച്ചിരുന്നു. പക്ഷെ ബിർജു ഗ്ലൗസ് ധരിച്ചിരുന്നില്ല. അത് ബിർജുവിൻ്റെ ബുദ്ധിയായിരുന്നു. കാരണം ജയവല്ലിയുടെ ബോഡിയിൽ മകനായ തൻ്റെ ഫിംഗർ പ്രിൻ്റ് കിട്ടിയാൽ മാത്രമേ അമ്മയെ രക്ഷിക്കാനാണ് അവൻ പിടിച്ചതെന്നൊരു തെളിവ് കിട്ടത്തുള്ളൂ. ാണ് അവൻ മനഃപൂർവ്വം അങ്ങനെ ചെയ്തത്. ഇസ്മായേൽ ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് പോവുകയും ചെയ്തു. ബിർജുവിന് സമാധാനമായി. ഇനി ഇതെല്ലാം തനിക്ക് സ്വന്തം. എങ്ങനെ സന്തോഷിച്ച് അയാൾ ആ അമ്മയെ കെട്ടിത്തൂക്കിയതിന് താഴെ കട്ടിലിൽ കിടന്ന് ഉറങ്ങുകയാണ്. നേരം വെളുത്തതും അയാൾ കയറഴിച്ച് ജയവല്ലിയെ കട്ടിലോട്ട് കിടത്തിയിട്ടു. എന്നിട്ട് അവൻ ഒരൊറ്റ നിലവിളിയായിരുന്നു, അമ്മ പോയേന്നും പറഞ്ഞു. ആൾക്കാരെല്ലാം ഓടിക്കൂടി. എല്ലാവരോടും ബിർജു പറഞ്ഞത് കുറച്ച് ദിവസം കൊണ്ട് അമ്മ കിടപ്പിലായിരുന്നു. കുളിക്കാൻ വെള്ളം ചൂടാക്കാൻ പോയ സമയത്താണ് ഞാനിത് കണ്ടത്. നാട്ടുകാരൊക്കെ അതങ്ങ് വിശ്വസിച്ചു. കാരണം ഈ വീട്ടിലെ ഒരു കാര്യവും ആരും ശ്രദ്ധിക്കാറില്ല. പിന്നെ ആകെ കേൾക്കുന്നത് ഈ അമ്മയുടെ മകൻ്റെ ബഹളമാണ്. കുറച്ച് ദിവസമായിട്ടാണെങ്കിൽ ഒരു അനക്കം അവിടെ കേൾക്കുന്നുമില്ല. അപ്പോൾ ജയവല്ലി എന്തായാലും കിടപ്പിലായിരിക്കും എന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിച്ചത്. അതുകൊണ്ട് തന്നെ ആ ബോഡി പോസ്റ്റ്മോർട്ടം പോലും നടത്താതെ അടക്കുകയാണ്. ഇപ്പോൾ ബിർജുവിന് എല്ലാം കൊണ്ടും ഹാപ്പിയായി. ആരുമില്ല ഇതിൽ ചോദിക്കാനും പറയാനും. അങ്ങനെ ഒരു സമാധാനത്തിലിരിക്കുമ്പോഴാണ് ദാ വരുന്നു പാതി വീതം ചോദിച്ചുകൊണ്ട് ഇസ്മായേലിനെ കണ്ടതും ബിർജു പറഞ്ഞു, ഒന്നും വിൽക്കാതെ എങ്ങനെ നിനക്ക് ഞാൻ വീതം തരും? മരണം കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ എന്തെങ്കിലും ചെയ്താൽ നാട്ടുകാർക്ക് സംശയം തോന്നും. ഒന്ന് വെയിറ്റ് ചെയ്യ്, ഉടനെ അതൊക്കെ ശരിയാക്കാം. ഇസ്മായേലും വിചാരിച്ചു, ശരിയാണല്ലോ, ഇപ്പോൾ അവൻ്റെ അമ്മ മരിച്ചതല്ലേ ഉള്ളൂ, ഇപ്പോൾ തന്നെ വിൽപ്പന നടക്കില്ല. അയാൾ തിരിച്ചുപോയി. പക്ഷേ ബിർജുവിൻ്റെ മനസ്സിലെ ചിന്ത വേറെയാണ്. എൻ്റെ അമ്മയെ കൊന്നതിന് ഞാനെന്തിന് ഇവന് വീതം കൊടുക്കണം? 10 പൈസ ഇവന് കൊടുക്കില്ല. അവൻ എനിക്ക് വെറും ഒരു സഹായി മാത്രമായിട്ടാണ് നിന്നത്. എല്ലാം ഞാനല്ലേ എൻ്റെ ബുദ്ധിയും ഒക്കെ ഉപയോഗിച്ച് ചെയ്തത്. ഈ ഒരു തോന്നലിലിരുന്ന ബിർജുവിൻ്റെ മുന്നിൽ പല മാസങ്ങളായിട്ട് ഇങ്ങനെ ഇസ്മായേൽ കയറി ഇറങ്ങി കാര്യം ചോദിക്കുകയാണ്, വീതെന്താ എന്ന്.
ഓരോ ഒഴിവുകഴിവും പറഞ്ഞ് ഇവൻ അയാളെ ഇങ്ങനെ മടക്കി അയച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ സകല ക്ഷമയും നശിച്ച ഇസ്മായേൽ ബിർജുവിനെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. എടാ, നീ എന്നെ പറ്റിക്കാതെ തരാനുള്ളത് തന്നില്ലെങ്കിൽ ഞാൻ എല്ലാം അങ്ങ് വിളിച്ചു കൂവും. ഇത് കേട്ട ബിർജു ആ നിമിഷം തന്നെ ഒരു തീരുമാനം എടുത്തു. അമ്മയെ തട്ടിയ പോലെ ഇവനെയും തട്ടണം. അതിന് ഒരു ബുദ്ധി ഇവൻ്റെ തലയിൽ തെളിഞ്ഞു വരികയും ചെയ്തു. ഒരു ദിവസം ഇസ്മായിലിനെ ബിർജു ഫോൺ വിളിക്കുകയാണ്. എടാ, ഞാൻ വീട് കച്ചവടമൊക്കെ ആക്കിയിട്ടുണ്ട്. അഡ്വാൻസ് ആയിട്ട് കുറച്ച് പൈസയും കിട്ടി. നീ ഇങ്ങ് വാ, കുറച്ച് പൈസ ഞാനിപ്പോൾ തൽക്കാലം നിനക്ക് തരാം. ബാക്കി നമുക്ക് കച്ചവടം നടന്നിട്ട് തരാം. കുറച്ചെങ്കിൽ കുറച്ച് തൽക്കാലം അത് കൈപ്പറ്റാം എന്ന് കരുതിയ ഇസ്മായിൽ ബിർജുവിൻ്റെ വീട്ടിലെത്തുകയാണ്. 2017 ഈ സംഭവം നടക്കുന്നത്. ആദ്യം ഒന്ന് കൂടിയിട്ട് നമുക്ക് പൈസയൊക്കെ എടുക്കാം എന്നായി ബിർജു. മദ്യവും കഴിക്കാൻ ഫുഡും ഒക്കെ കിട്ടിയപ്പോൾ ഇസ്മായിൽ ഹാപ്പി. ഇസ്മായിൽ കുടിച്ച് ഫിറ്റായി അവിടെ തന്നെ കിടന്നു. മദ്യലഹരിയിൽ കിടന്നുറങ്ങിയ ഇസ്മായിലിനെ കുറച്ച് നേരെ ഇങ്ങനെ ബിർജു നോക്കി നിന്നു. എന്നിട്ട് കയറുകൊണ്ട് തന്നെ ഇസ്മായിലിൻ്റെ കഴുത്തും അവൻ മുറുക്കി വലിച്ചു കൊന്നു. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ഇസ്മായിൽ മരിക്കുകയും ചെയ്തു. പിന്നീട് ഇവൻ ചെയ്തത് ആരും ചെയ്യാൻ മടിക്കുന്ന ക്രൂരതയാണ്. ഇസ്മായിലിൻ്റെ 2 കൈപ്പത്തികളും വെട്ടിയെടുത്തു. തല വെട്ടി വേറെ മാറ്റി. ശേഷം കാലുകൾ, ഉടലുകൾ അങ്ങനെ ഓരോരോ ഭാഗങ്ങളായിട്ട് വെട്ടി എല്ലാം വെവ്വേറെ കവറുകളിലാക്കി. ഒരു വലിയ പെട്ടിക്കുള്ളിൽ ഈ ശരീരഭാഗങ്ങൾ അടങ്ങിയ കവറുകളൊക്കെ ഇട്ട് അടച്ച് അതുമായി സ്കൂട്ടറിൽ ബിർജു രാത്രി 12:30 യാത്ര തിരിക്കുകയാണ്. ഈ കൊലപാതകം നടക്കുമ്പോഴും ഭാര്യയും മക്കളെയും ഇവൻ ഇവിടെ നിന്ന് മാറ്റിയിരുന്നു. 2 കൈകളും ആദ്യം ഇവൻ ചാലിയം കടപ്പുറത്തുകൊണ്ട് വലിച്ചെറിഞ്ഞു. കാലുകൾ അഗസ്ത്യപ്പുഴയിലും. തലയാണെങ്കിൽ കുട്ടികൾ പന്ത് കളിക്കുന്ന ഗ്രൗണ്ടിനടുത്തുള്ള ഈ വേസ്റ്റൊക്കെ തള്ളുന്ന ആ ഒരു മാലിന്യ കൂമ്പാരത്തിലോട്ട് കൊണ്ടിടുകയും ചെയ്തു. ബാക്കി ശരീരഭാഗങ്ങൾ അവിടെ കളഞ്ഞു. എല്ലാം കൊണ്ടു കളഞ്ഞ ശേഷം അയാൾ വീട്ടിലേക്ക് സമാധാനമായിട്ട് പോവുകയാണ്. തുടർന്നും ആ വീട്ടിൽ തന്നെയാണ് ഇവൻ താമസിച്ചത്. ഇതിനിടയ്ക്ക് ഇസ്മായിലിൻ്റെ കൈകൾ ചാലിയം കടപ്പുറത്തടിഞ്ഞു. ബേപ്പൂർ പോലീസ് സംഭവം അറിഞ്ഞെത്തി. ഇതിന് പിന്നിൽ തലയും മറ്റ് ശരീരഭാഗങ്ങളും എല്ലാം ഓരോ സ്ഥലത്തു നിന്നും കിട്ടാൻ തുടങ്ങി. ലോക്കൽ പോലീസ് ഇതിൽ ഒരു തുമ്പും കണ്ടുപിടിക്കാതെ ഇങ്ങനെ നിൽക്കുന്നതോടെ ഈ ഒരു കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിലെ DYSP PT സജീവിന് കൈമാറുകയാണ്. അദ്ദേഹം ഈ കൈപ്പത്തിയുടെ ഫിംഗർ പ്രിൻ്റ് പരിശോധനയ്ക്ക് അയച്ചു. അതിൽ നിന്നുമാണ് നിരവധി കേസിലെ പ്രതിയായ ഇസ്മായിലാണിതെന്ന് കണ്ടുപിടിക്കുന്നത്. പക്ഷെ അപ്പോഴും വലിയതായിട്ട് വ്യക്തത കൊടുക്കാൻ പറ്റുന്നില്ല. കൂടുതൽ വ്യക്തത കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇസ്മായിലിൻ്റെ വണ്ടൂരിലെ വീട്ടിലേക്ക് പോലീസ് വന്നു. ഇയാൾക്ക് അവിടെ 4 ഭാര്യമാരാണ് ഉള്ളത്. ഭാര്യമാർക്ക് ഇയാൾ എവിടെയാണ് പോകുന്നതെന്ന് കൃത്യമായിട്ട് ഒരു പിടിയുമില്ല. ഓരോ ഭാര്യമാരും വിചാരിക്കുന്നത് അടുത്ത ഭാര്യയുടെ വീട്ടിൽ കാണും, അങ്ങനെയാണ്. അപ്പോഴാണ് 4 ഭാര്യമാരിൽ ഒരാൾ പറയുന്നത്, ഇസ്മായിൽ കുറേ ദിവസം മുമ്പ് രാത്രി ഇരുട്ടത്ത് അമ്മയുടെ മുറിയിലിരുന്ന് എന്തോ ഉരയ്ക്കുന്നത് പോലെ കണ്ടു എന്ന്. അമ്മയാണെങ്കിൽ കിടപ്പ് രോഗിയാണ്. പോലീസ് അമ്മയുടെ മുന്നിലെത്തി അമ്മയോട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ അവരും പറഞ്ഞു, രാത്രി ഇരുട്ടത്തിരുന്ന് ഇവൻ എന്തോ ഉരയ്ക്കുന്നത് ഞാനും കണ്ടു എന്ന്. പക്ഷെ എന്താണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. പോലീസിന് ഇസ്മായിലാണോ മരിച്ചതെന്ന് വ്യക്തത വരുത്തണമെങ്കിൽ ഈ ഉമ്മയുടെ ഒരു DNA പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ബ്ലഡ് എടുക്കണം. പക്ഷെ ഉമ്മ എന്ത് ചെയ്തിട്ടും ബ്ലഡ് എടുക്കാൻ സമ്മതിക്കുന്നില്ല. ഒടുവിൽ പോലീസ് ഉമ്മയോട് കാര്യമായിട്ട് തന്നെ മകനെ ഇതേപോലെ മരിച്ചതായിട്ടൊരു സംശയമുണ്ട്, അതിന് വേണ്ടിയാണെന്ന് സത്യം തുറന്നു പറയുകയാണ്. ഒടുവിൽ ആ ഉമ്മ ബ്ലഡ് എടുക്കാൻ സമ്മതിച്ചു. ആ DNA പരിശോധിച്ചതിൽ മരിച്ചത് ഇസ്മായിലാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇതിൻ്റെ അന്വേഷണവുമായിട്ട് നടന്ന പോലീസിന് മുന്നിൽ ഒരു ഇസ്മായിലിൻ്റെ കൂട്ടുകാരൻ ഒരാൾ വന്നെത്തുകയാണ്. അയാൾ പറഞ്ഞു, സാർ, എനിക്ക് കുറച്ച് പൈസയ്ക്ക് ആവശ്യം വന്നപ്പോൾ ഇസ്മായിൽ തരാമെന്ന് പറഞ്ഞിരുന്നു. മുക്കത്തുള്ള ഒരു കൂട്ടുകാരൻ്റെ കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ പൈസ വരാനുണ്ട്, എന്നിട്ട് തരാമെന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ പോലീസ് മുക്കത്തെത്തിയപ്പോഴാണ് നാട്ടുകാർ ഈ ഇസ്മായിൽ ബിർജുവിനൊപ്പം നടക്കുന്നത് കണ്ടിട്ടുള്ളതായിട്ട് പറയുന്നത്. അപ്പോഴേക്കും ബിർജു ആ വീടും പുരയിടവും 30 ലക്ഷം രൂപയ്ക്ക് വിറ്റ് നീലഗിരിക്ക് കടന്നു കളഞ്ഞു. നീലഗിരിയിലെത്തിയ പോലീസ് കാണുന്നത് ഒരു എസ്റ്റേറ്റിൽ മറ്റൊരു പേരിൽ വളരെ മാന്യനായിട്ട് ഇയാൾ അവിടെ ജോലി ചെയ്ത് കഴിയുകയാണ്. പോലീസ് സംഘം ഇവനെ പിടികൂടി. ജയവല്ലിയുടെ കൊലപാതകവും അതിൽ നിന്ന് തന്നെ തെളിഞ്ഞു. ബിർജു അറിയാതെ ഇസ്മായിൽ ജയവല്ലിയുടെ ഒരു മോതിരം അടിച്ചു മാറ്റിയിരുന്നു. അതാണ് ഇവൻ രാത്രി കൊണ്ടുപോയി സ്വർണ്ണമാണെന്ന് ഉരച്ചു നോക്കിയ സൗണ്ട് കേട്ടത് വീട്ടുകാർ. ഇസ്മായിലിനെ ബിർജു കൊലപ്പെടുത്തിയതാണെന്ന് തെളിഞ്ഞു. ഇപ്പോൾ ബിർജു ജയിലിലാണ്. പക്ഷേ ഇതുവരെ കോടതി വിധി വന്നിട്ടില്ല. ഈ ഒരു സംഭവത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നൊന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.